എല്ലാവരുടെയും ഒരു കോമൺ പ്രോബ്ലം ആണ് എക്സാമിന് മുന്നേ വോൾ സിലബസ് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം എന്ന്. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് വീണ്ടും വീണ്ടും ഇങ്ങനെ മുഴുവനായിട്ട് വായിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കവർ ചെയ്ത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമിന് മുന്നേ ഉള്ള ആ ഒരു ലാസ്റ്റ് ഡേയ്സിൽ വോൾ സിലബസ് തന്നെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫോർമുലാസ്, ഡെഫിനിഷൻസ്, ഡേറ്റ്സ്, ദെൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, കീവേഡ്സ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വേ ആണ് ഈ ഷോർട്ട് നോട്ട്സ്. വലിയ വലിയ ലോങ് ചാപ്റ്റേഴ്സ് ഒക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആവാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഓണം എക്സാം ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടൈമിൽ എന്തുകൊണ്ടും എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം ഷെയർ ചെയ്തില്ലെങ്കിൽ അതൊരു തെറ്റായി പോവും. സോ അല്ലെങ്കിൽ നിങ്ങളിത് ഓണം എക്സാം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴേ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ ബോർഡ് എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇപ്പോൾ 9th ആയിരുന്നാലും 10th ആയിരുന്നാലും അല്ലെങ്കിൽ ഏത് ക്ലാസ് ആയിരുന്നാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ദ ഇമ്പോർട്ടൻസ് അബൌട്ട് ദ ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മേജർ ടിപ്പാണ്. ആക്ച്വലി എൻ്റെ SSLC ബോർഡ് എക്സാമിന് ഞാൻ ഹാളിൽ കയറുന്നതിന് മുന്നേ എല്ലാ സബ്ജക്ട്സും എല്ലാ എക്സാംസിനും ഞാൻ ഹാളിൽ കയറുന്നതിന് മുന്നേ എടുത്ത് വായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് അല്ല. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ ഫുൾ ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്ത് ടെക്സ്റ്റ് വായിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ നോർമൽ സ്കൂൾ നോട്ട്സ് അല്ല, അത് നമുക്ക് ഒരിക്കലും വായിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രയും ടൈം കുറവായിട്ടുള്ള ഒരു സമയം, ആ ഒരു ടൈമിൽ ഒട്ടും നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതിന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ആൻഡ് ഇറ്റ് വർക്ക് സോ ഗുഡ് ഫോർ മീ. നമുക്ക് ഒരു 5 മിനിറ്റിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അത് ഡിപ്പെൻസ് ആണ്. ഫോർ മീ ഐ ക്യാൻ കംപ്ലീറ്റ് എ വോൾ ചാപ്റ്റർ ഇൻ 5 minutes only. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച ഒരു ചാപ്റ്റർ ആണെങ്കിൽ വി ഹാവ് ടു റീഡ് ദിസ് ഒരു 24 hours ഈ നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 24 hours ആകുമ്പോൾ തന്നെ വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിലും അത് ഡെയിലി ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് ആ കോൺസെപ്റ്റ് പിടികിട്ടും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഈ ഷോർട്ട് നോട്ട്സിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്. സോ വെൽക്കം ടു മൈ വീഡിയോ. എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ഈ ഒരു ഷോർട്ട് നോട്ട്സ് വായിച്ചാൽ തന്നെ നിങ്ങളുടെ വോൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കാനും നിങ്ങളുടെ മനസ്സിൽ തന്നെ അതിനെക്കുറിച്ചിട്ടൊരു കോൺസെപ്റ്റ് വരാനും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസും ഇത് തരുന്നു. ഷോർട്ട് നോട്ട്സ് ഇതുവരെ ഉണ്ടാക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ ഡെഫിനറ്റ്ലി താങ്ക് യു. നെവർ എവർ കമ്പയർ ദ സ്കൂൾ നോട്ട് വിത്ത് ദ ഷോർട്ട് നോട്ട്. ബിക്കോസ് സ്കൂൾ നോട്ടും ഷോർട്ട് നോട്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സ്കൂൾ നോട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ചിട്ട് നല്ല ഡിഫൈൻഡ് ആയിട്ട് ടെക്സ്റ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡിഫൈൻഡ് ആയിട്ട് പഠിക്കുന്നതാണ് സ്കൂൾ നോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഒരു റിവിഷൻ നോട്ടാണെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. സോ അതുകൊണ്ട് സ്കൂൾ നോട്ട് എഴുതാതെ ഈ ഷോർട്ട് നോട്ട് മാത്രം പഠിച്ചുകൊണ്ട് പോകാനും പാടില്ല. സ്കൂൾ നോട്ടിൽ നിങ്ങൾക്ക് തരുന്നത് എന്താണ്, ടെക്സ്റ്റിലുള്ള സെയിം കാര്യങ്ങളായിരിക്കും അല്ലേ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതുന്നതായിരിക്കും. നിങ്ങൾ എങ്ങനെ എഴുതിയാലും ഇപ്പം ഗൂഗിളിലൊക്കെ നോക്കി എഴുതിയാലും എങ്ങനെ എഴുതിയാലും ടെക്സ്റ്റിലെ സെയിം പോയിന്റ്സും സെയിം കാര്യങ്ങളും തന്നെയാണ് നിങ്ങൾ നോട്ടിലോട്ട് എഴുതുന്നത്. സോ അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ദാറ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാം ഹാളിലോട്ട് കയറുന്നതിന് മുന്നേ നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അബ്രിവേറ്റഡ് ഫോമാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ അതുകൊണ്ടാണ് ഈ ഷോർട്ട് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ടെക്സ്റ്റിലുള്ള സെയിം കാര്യങ്ങൾ കോപ്പി ചെയ്യാതെ ആ ടെക്സ്റ്റിലുള്ള ഒരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിലെ ഒരു പാരഗ്രാഫ് എടുക്കുക, അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വായിക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ അതിനെ മാറ്റി എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹെഡിങ്സ് കാണൂലേ. ആ ഹെഡിങ്സിൻ്റെ താഴെയുള്ള ഒരു പാരഗ്രാഫ് നിങ്ങൾ കംപ്ലീറ്റ്ലി വായിക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണും, അത് കംപ്ലീറ്റ്ലി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വായിച്ചതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഒരു സെൻറ്റൻസ് അവർ എന്തായാലും ടെക്സ്റ്റിൽ തരുമ്പോൾ നല്ല കടുങ്കട്ടിയുള്ള വാക്കുകളും അതിൻ്റെ ഇടയ്ക്ക് കുറേ ഈസും ദായും കോമയും കുത്തും ഒക്കെ ഇട്ടായിരിക്കും തരുന്നത്. അപ്പം ആ ഒരു കാര്യത്തിനെ വളരെ ഷോർട്ടായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർ എഴുതുമ്പോൾ എന്താണ്, നന്നായിട്ട് അതിനെ വിവരിച്ചിട്ടാണ് എഴുതുന്നത്. അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വായിച്ചതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ നിങ്ങൾ നോട്ടിലോട്ട് എഴുതുക. ഓൺ വേർഡ്സിൽ ഇപ്പോൾ എഴുതാൻ
അറിഞ്ഞൂടാത്ത കുട്ടികളാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെയാണ് ഓൺ വേർഡ്സിൽ എഴുതുന്നതെന്ന്. കീ വേർഡ്സ് മാത്രം എഴുതുക. അതായത് ഒരു ചാപ്റ്റർ തരാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെൻറ്റൻസ് ഫുൾ എടുത്ത് എഴുതാതെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 വാക്ക് കാണും. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഓർമ്മ വരും. അങ്ങനത്തെ 2-3 അല്ലെങ്കിൽ ഒരു 5-6 കീവേഡ്സ് മാത്രം നിങ്ങളങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് അത് കാണുമ്പം എന്താണ് ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ റൈറ്റപ്പ് ചെയ്ത് വരും. ഷോർട്ട് നോട്ട്സിലും ഇങ്ങനെ ലോങ് പാരഗ്രാഫ്സ് ഒക്കെ എഴുതുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എഴുതുന്നതും നിങ്ങളുടെ സ്കൂൾ നോട്ടും ഈ ഷോർട്ട് നോട്ടുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് എനിക്കറിയില്ല. ആക്ച്വലി നിങ്ങൾ എപ്പോഴും ഷോർട്ട് നോട്ട്സ് എഴുതുമ്പം എപ്പോഴും ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ടെങ്കിൽ പോയിന്റ്സ് ഇട്ട് മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. ഇപ്പം എന്തൊരു കാര്യം എന്നാലും ഞാനിപ്പോൾ സ്കൂൾ നോട്ടും അങ്ങനെയാണ് എഴുതുന്നത്. എനിക്കിപ്പോൾ സെപ്പറേറ്റ് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ സ്കൂൾ നോട്ടിലും അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് എഴുതുന്നത്. 10th വരെ നിങ്ങൾക്ക് അത് അധികം ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ +1 +2 വരുമ്പം നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് പാരഗ്രാഫ്സ് ഉണ്ട്. അതിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് മാത്രമാണ് എൻ്റെ നോട്ട്സ് ബോട്ടണി സുവോളജി എസ്പെഷ്യലി എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് നിങ്ങൾ ഈ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് എടുത്ത് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് അത് കാണുമ്പോൾ കുറേ കൂടെ ടെൻസ്ഡ് ആവും. കാരണം ഫുൾ അത് വായിക്കണം. പക്ഷേ ഈ ബുള്ളറ്റ് പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് വായിക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പാരഗ്രാഫായിട്ട് എഴുതാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അതിപ്പോൾ നിങ്ങൾ സ്കൂൾ നോട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതാതെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുക. അതിപ്പോൾ പാരഗ്രാഫ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഓരോ സെൻറ്റൻസസ് കാണുമല്ലോ. ഇപ്പോൾ ഒരു പാരഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് സെൻറ്റൻസസ് കാണും. ആ ഓരോ സെൻറ്റൻസസിനെ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് കൊടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചേ ഉള്ളൂ എന്നൊരു തോന്നൽ വരും. എസ്സേ ഒക്കെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കാണുമ്പോഴാണ് അയ്യോ ഒരുപാടുണ്ട് ലൈക്ക് ഒരു ടെൻസ്ഡ് ആകുന്നത്, ഒരു മടി വരുന്നത് പഠിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ് ഇടുക. പോയിന്റ്സ് ഇടുന്ന സമയത്ത് അത് എന്താണ് കുറച്ചേ ഉള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഒരു ഇല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി, ഒരു ഇല്യൂഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒട്ടുമിക്ക കുട്ടികളും ഹൈലൈറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു പെൻസിലും പേനയെങ്കിലും ഒക്കെ കയ്യിൽ കാണുമല്ലോ. അങ്ങനെയുള്ള കുട്ടികൾ ഈ ഷോർട്ട് നോട്ട്സിൽ മെയിനായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഡേറ്റുകൾ എഴുതണം, ഫോർമുലാസ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ കാണും. ഇപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ അതുപോലെ മാറ്റാതെ ഇടുന്നത്. അപ്പോൾ ചില ലോസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം കെമിസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ അവഗാഡ്രോസ് ലോ ഉണ്ട്, പിന്നെ എന്താണ് ചാൾസ് ലോ, ബോയിൽസ് ലോ. സോ അങ്ങനത്തെ ലോസ് ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട്സിൽ നിങ്ങൾ ആ ഒരു ലോയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അബ്രിവേറ്റഡ് ഫോമിൽ എഴുതാം. അബ്രിവേറ്റഡ് ഫോമിൽ എഴുതിയിട്ട് താഴെ ശരിക്കുള്ളത് എഴുതണം. കാരണം ആ ശരിക്കുമുള്ള രീതിയിൽ നമ്മൾ എന്താണ് എക്സാമിന് എഴുതി കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അവിടെ അബ്രിവേറ്റഡ് ഫോമിൽ ഷോർട്ട് നോട്ട് മറ്റേ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് ലോ ഇങ്ങനെയാണെന്നൊന്നും എഴുതി വെക്കാൻ പാടില്ല. ലോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ലോ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു മഞ്ഞ ബോക്സ് ആയിരിക്കും മിക്കവാറും. ആ ഒരു മഞ്ഞ ബോക്സ് അങ്ങ് എഴുതി വെക്കണം. അതുപോലെ നിങ്ങൾ ഈ ഒരു ഷോർട്ട് നോട്ട്സിൽ ഇതുപോലത്തെ ഡെഫിനിഷൻസ്, പിന്നെ ഫോർമുലകൾ കാണും. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഫോർമുലാസ് ഉണ്ട്. മാത്സിൽ ഫോർമുലാസ് ഉണ്ട്. മാത്സിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫോർമുല ബുക്ക് നിങ്ങളടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു ലോസും ഡെഫിനിഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുതിയാൽ മാത്രം പോരാ, ഇതെല്ലാം പല കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഡേറ്റുകളും കാര്യങ്ങളും. നമ്മുടെ സോഷ്യൽ സയൻസ് എടുക്കുകയാണെങ്കിൽ പല ഡേറ്റുകളാണ്. നമുക്ക് ഒരുപാട് ഡേറ്റുകൾ പഠിക്കാനുണ്ട്. പല ഡേറ്റുകളും പല വർഷങ്ങൾ, സെഞ്ച്വറീസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഒരു ടോപ്പിക്ക് എഴുതുമ്പോൾ അവിടെ ഡേറ്റ് നിങ്ങൾ എഴുതി പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. ആ ഡേറ്റും കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കും. അതുപോലെ നിങ്ങളൊരു SS എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡേറ്റ് വച്ച് നിങ്ങൾ ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ആൻസർ എഴുതുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഷുവറാണ് ഫുൾ മാർക്ക് കിട്ടുന്ന കാര്യം. ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്ക് തരും. ബിക്കോസ് ഡേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് തരും. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം എന്നൊരു തോന്നൽ നിങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. തോന്നലല്ല, ഇറ്റ് ഈസ് റൈറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നന്നായിട്ട് അറിയാം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡേറ്റ് എഴുതണം, എസ്പെഷ്യലി SS ആണെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം എന്നാൽ ആ ഒരു ആൻസർ കംപ്ലീറ്റ് ആണെങ്കിൽ അത് നടന്ന ഇയർ അല്ലെങ്കിൽ സെഞ്ച്വറി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കാണും. ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എസ്പെഷ്യലി SS. സോ അതുകൊണ്ട് ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം ഉള്ള ഡേറ്റുകളൊക്കെ ഈ ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി അത് കയറിക്കൊള്ളും. നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കിക്കൊള്ളും. ആൻഡ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഗൈസ് ടു സ്റ്റഡി. അപ്പോൾ ഷോർട്ട് നോട്ട്സിൽ നിങ്ങൾ എന്താണ് ഈ ഒരു ലോസും ഡെഫിനിഷൻസും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ഫുള്ള് കളർ അടിച്ച് വെക്കാതെ ഈ ഡേറ്റ്, ഫോർമുല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു പെൻസിലോ പേനയോ ഇട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതൊരു മനസ്സിൽ നിൽക്കും.
ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഡയറി പോലെ നിങ്ങൾ കാണണം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള എന്താണ് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഷോർട്ട് നോട്ട്സ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതണം എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഷോർട്ട് നോട്ട്സ് ഇതാക്കുമ്പോൾ ചെറിയ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാം. ഐ മീൻ എന്താണ് സോഷ്യൽ സയൻസിലായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ കെമിസ്ട്രി, ഫിസിക്സ്, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡയഗ്രാംസ് വരച്ചുകൊണ്ട് ഷോർട്ട് നോട്ട്സ് എഴുതാം. ആ ഒരു സമയത്ത് ഈ വരച്ചുകൊണ്ട് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് നിൽക്കും, പെട്ടെന്ന് വരും. ലൈക്ക് എക്സാം എഴുതുന്ന സമയത്ത് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മറന്നു പോകുന്ന കാര്യം വളരെ കുറവാണ്. ബിക്കോസ് പ്ലെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് കാണുന്നതിന് പകരം, അതായത് പ്ലെയിൻ ആയിട്ടുള്ള അക്ഷരങ്ങൾ കാണുന്നതിന് പകരം ചെറിയ ചെറിയ ഡയഗ്രാംസും അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പൊക്കെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇത് പെട്ടെന്ന് റീകോൾ ചെയ്യും. മനസ്സിലാവും, നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡയഗ്രാംസ് വരയ്ക്കാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാനും പറ്റും, എക്സാം സമയത്ത് ഓർത്തെടുക്കാനും പറ്റും. ഇപ്പം കെമിസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം എന്താണ് സോളിഡ് ലിക്വിഡ് ഗ്യാസിനെ മാറ്റേഴ്സിനെ പറ്റിയിട്ട് പഠിക്കുന്നു. ആ ഒരു ടൈമിൽ ആ മാറ്ററൊക്കെ എങ്ങനെയാണ്, ആ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെയാണ് എന്ന് ലൈക്ക് പാർട്ടിക്കിൾസ് +1 +2 കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, അഡ്ജസൻറ്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സോളിഡിലാണെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആണ്, അപ്പോൾ ഓരോന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുക. ലിക്വിഡിലാണെങ്കിൽ കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ്, അപ്പം അത് വരച്ചു കൊടുക്കുക. ഇപ്പം ഗ്യാസ് ആണെങ്കിൽ നല്ലോണം ലൂസ്ലി പാക്ഡ് ആണ്, അപ്പം അതിങ്ങനെ വരയ്ക്കുക. എന്താണ്, ഒരു ജാറിൽ എയർ ഫിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഫിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു മോളിക്യൂൾ, ഇവിടെ ഒരു മോളിക്യൂൾ, അങ്ങനെ പാർട്ടിക്കിൾസ് അങ്ങനെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഫിസിക്സ് ആയിക്കോട്ടെ, ഫിസിക്സിൽ നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് അല്ല, നമ്മുടെ ലാസ്റ്റ് SSLCയുടെ ലാസ്റ്റൊക്കെ വരുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമുക്ക് ഒരുപാട് ഡയഗ്രാംസ് വരച്ച് ചെയ്യാനുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും, എക്സാമിന് പെട്ടെന്ന് ഓർമ്മ വരും. ഡയഗ്രാംസ് മാത്രമല്ല, മൈൻഡ് മാപ്പും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും വരയ്ക്കാം. ഫ്ലോ ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട കാര്യമില്ല. ബയോളജിയിൽ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ലൈക്ക് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, ദെൻ കിങ്ഡം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലോ ചാർട്ടായിട്ട് വരച്ചു വയ്ക്കുക. അപ്പം പെട്ടെന്ന് ഈസി ടു റിമെമ്പർ ആണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണും, ഫ്ലോ ചാർട്ട്സ്. അതായത് ഇപ്പം നിങ്ങളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു, ഒരു ചാപ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഒരു ഒരു ബയോളജി സബ്ജക്റ്റ് നിങ്ങൾ എടുത്തു. ബയോളജിയിൽ ഒരു ചാപ്റ്റർ നിങ്ങൾ ഷോർട്ട് നോട്ട് കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾ ഫ്ലോ ചാർട്ട് വരയ്ക്കണം. അതായത് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാണും, അതിനുശേഷം എന്ത് സംഭവിച്ചു, അതിനുശേഷം ഈ ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, എസ്പെഷ്യലി ഹിസ്റ്ററിയിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അടുത്തൊരു കാര്യത്തിലോട്ട് പോകുന്നു, പിന്നെ അതിനുവേണ്ടി നടത്തിയ കുറച്ച് റെവല്യൂഷൻസ്, സമരങ്ങൾ, സ്ട്രൈക്ക്, ആരൊക്കെ പങ്കെടുത്തു എന്നുള്ള എഴുതേണ്ട, ഓരോ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് കാണുമല്ലോ. ആ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഫ്ലോ ചാർട്ടായിട്ട് വരച്ച് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് അത് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചാലും മതി. നന്നായിട്ട് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ട് മാത്രം വായിച്ചാൽ മതി, എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാം. ഈ നോട്ട്സൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു ഭംഗിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ റിവൈസ് കൂടെ ചെയ്യണം. ഈ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറിനകം തന്നെ എല്ലാ ദിവസവും റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നതിനോടൊപ്പം ലാസ്റ്റ് കിടക്കുന്നതിന് മുന്നേ അന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, അതിന് മുന്നേ പഠിച്ച, അല്ലെങ്കിൽ തലേ ദിവസം പഠിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പഠിച്ച കാര്യങ്ങളും കൂടെ നിങ്ങൾ റിവൈസ് ചെയ്തിട്ടേ കിടക്കാവൂ. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ചേച്ചി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എല്ലാ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു പോവാണ്, ഒരു ഓർമ്മയുമില്ല, ഒരു ബോധവുമില്ല, ഏത് ചാപ്റ്റർ ആണെന്ന് പോലും അറിയില്ല. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ ഷോർട്ട് നോട്ട്സൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ എല്ലാ സബ്ജക്ട്സും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് കിടന്നിട്ട് കാര്യമില്ല. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ഒരു മറവി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഒരുപാട് ടൈമൊക്കെ വേണം ചേച്ചി എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ഇത് റിവൈസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബുക്ക് എടുത്ത് വെക്കുന്നു, ഒരു കാര്യം ഓർക്കുന്നു, അത് ലൈക്ക് വായിക്കുന്നു, ഓർക്കുന്നു, ഇങ്ങനെ ഒന്നും കൂടെ മനസ്സിൽ പറഞ്ഞു നോക്കുന്നു, അതായത് ഒന്നും കൂടെ പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ റിവിഷനും കാര്യങ്ങളും വരുന്നത്. അങ്ങനെ ചെയ്യുന്നതിന് പകരം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചേച്ചി എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഒരു കാര്യം തന്നെ വീണ്ടും 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 നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അത് എന്താണ്, ഒരു പാട്ട് പോലെ. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു പാട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്, അത് വീണ്ടും വീണ്ടും കേൾക്കുന്നു, അതിൻ്റെ വരികൾ നമ്മൾ എഴുതിയെടുക്കുന്നു, അത് വായിക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കുന്നു, അങ്ങനെ കേട്ട് 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 പിന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു പാട്ടിൻ്റെ കംപ്ലീറ്റ് ട്യൂണും ലിറിക്സും ഒക്കെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് ഈ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്ട്രെസ് എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതൊരു റിവിഷൻ നോട്ടാണ്. അതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ, സ്കൂളിലൊക്കെ ഇപ്പോൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഷോർട്ട് നോട്ട്സ് കൂടെ സ്കൂളിൽ കൊണ്ടുപോകണം. ഞാനും കൊണ്ടുപോകാറുണ്ട്. കാരണം പെട്ടെന്ന് ടീച്ചർ വന്നിട്ട് ടെസ്റ്റ് പേപ്പർ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് നോട്ട്സ് എടുത്ത് വായിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് സ്കൂളിൽ കൊണ്ടുപോകാം. അപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ചുമ്മാ മറ്റേ റെഡ് ഹാൻഡും പിന്നെ പെൻ ഫൈറ്റും ഒക്കെ കളിക്കാതെ ഈ ഒരു ഷോർട്ട് നോട്ട്സ് വായിക്കുക. നന്നായിട്ട് വായിക്കുക. നിങ്ങളടുത്ത് ഞാൻ കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ എല്ലാ ദിവസവും ഷോർട്ട് നോട്ട്സ് ചുമ്മാ വായിച്ച് പോയാൽ മതി. ഒരു സ്റ്റോറി ബുക്ക് വായിക്കുന്ന പോലെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് കയറി ഇരുന്നോളും. ഐ എം വെരി ഷുവർ ഇതൊരു SSLC കുട്ടിയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബോർഡ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ താങ്ക് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് നോട്ട്സ് അത്രയും മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് വർക്കാവും, ഇതിൽ യാതൊരു സംശയവുമില്ല. ഓൺ വേർഡ്സിലൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ചേച്ചി പറഞ്ഞിട്ടും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഒരു കാര്യം പറയാം, ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ കാണണ്ട. ബിക്കോസ് ഞാനിത് അധികം സജസ്റ്റ് ചെയ്യില്ല. ഒട്ടും അറിയാത്ത കുട്ടികളാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ട്രൈ ദിസ്. പക്ഷേ അല്ലാതെ ഒരു തട്ടിക്കൂട്ടിയൊക്കെ എഴുതാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്താണ് ഓൺ വേർഡ്സിൽ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതാം. ഇപ്പം അങ്ങനെ അറിഞ്ഞുകൂടാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. തുടക്കത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ട ഒരു ചാപ്റ്റർ കാണും. ആ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റിൻ്റെ PDF അല്ലെങ്കിൽ എന്താണ് വേറെ നമ്മുടെ കയ്യിൽ നോട്ടൊക്കെ കാണുമല്ലോ, സ്കൂൾ നോട്ടൊക്കെ കാണും. ആ നോട്ടൊക്കെ ഞാൻ ChatGPT-യിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് മേക്ക് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പം ChatGPT ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി തരും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. നമുക്ക് സിലബസിൽ പഠിക്കാത്ത ചില ടേംസ് കാണും. അതേ സിലബസിൽ പഠിക്കാനില്ലാത്ത ചില വാക്കുകളും ടേംസും സെൻറ്റൻസസും ഒക്കെ ChatGPT ചിലപ്പോൾ പുറത്ത് നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പറയാം ChatGPT എന്താണ് ഇങ്ങനെ പുറത്ത് നിന്നുള്ള കാര്യങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, അത് വേണ്ട, നമ്മുടെ ടെക്സ്റ്റ് ഞാൻ തന്ന നോട്ടിൽ സെയിം വേർഡ്സും സെയിം കാര്യങ്ങളും മാത്രം യൂസ് ചെയ്തുകൊണ്ടൊരു ഷോർട്ട് നോട്ട് വേണമെന്ന് നമുക്ക് പറയാം. പക്ഷേ സ്റ്റിൽ എനിക്കെന്തോ ഇഷ്ടമാണ്, പക്ഷേ ഒരുപാട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രോപ്പർ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ChatGPT ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാലോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ChatGPT അങ്ങനെ നോക്കുന്ന സമയത്ത് സ്കൂളിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നത് ChatGPT-ക്ക് അറിയത്തില്ല. അപ്പോൾ അത് ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ട്, ചില വേർഡുകളും ടേംസ് ഒക്കെ. അപ്പോൾ അതങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ChatGPT വേറെ രീതിയിലൊക്കെ എഴുതി തരാറുണ്ട്. സോ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്തിട്ട് പോകുമ്പോൾ പിന്നെ എക്സാമിന് ഓർമ്മ വന്നില്ലെങ്കിൽ പിന്നെ കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ മാക്സിമം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റും സ്കൂൾ നോട്ട്സും ഒക്കെ റെഫർ ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, സ്വന്തം വാക്കുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ChatGPT-യോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു AI ബോട്ടായിരുന്നാലും അത് യൂസ് ചെയ്യുക. ദെൻ കംഫർട്ടബിൾ ആയിട്ട് നോട്ടൊക്കെ എഴുതുക, പരീക്ഷ എഴുതുക. ദെൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.